Good evening. Welcome to another weekly market analysis video. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് 2 ദിവസം വീഡിയോസ് ഒന്നും പോകാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് പേഴ്സണൽ എമർജൻസീസ് ആയിട്ട് തിരക്കായിരുന്നു. സോ ഡോ ജോൺസിലേക്ക് നോക്കുവാണെങ്കിൽ ഡോ ജോൺസ് ഏകദേശം നമ്മുടെ വീക്ക്ലി ബേസിസ് അല്ലെങ്കിൽ ലാസ്റ്റ് 2-3 വീക്സ് കൊണ്ട് തന്നെ ഡോ ജോൺസ് നല്ല രീതിയിൽ ബൈയിങ് നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് 4 വീക്സ് കൊണ്ട് മാത്രം ഡോ ജോൺസ് ഏകദേശം 10% മൂവ്മെൻറ്റ് ഡോ ജോൺസ് തന്നിട്ടുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് നിൽക്കുന്നത് മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ബാക്കി എല്ലാ മാർക്കറ്റുകളും നമുക്ക് എന്താ പറയുക ഒരു ഡോ ജോൺസ് നല്ല രീതിക്കുള്ള ഒരു ഒരു അതായത് ഡോ ജോൺസിൻ്റെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഡോ ജോൺസിൽ വരുന്ന ഒരു നെഗറ്റിവിറ്റി ബാക്കിയുള്ള ഗ്ലോബൽ ഇൻഡെക്സുകളെയും മോസ്റ്റ്ലി അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഡോ ജോൺസ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 2 ദിവസം നല്ല പോസിറ്റീവാണ്. ആൻഡ് ഡോ ജോൺസ് ഏകദേശം ആ ഒരു അല്ലെങ്കിൽ എന്താ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഡോ ജോൺസ് ബ്രേക്ക് ചെയ്യാതെയാണ് നിലവിൽ നിൽക്കുന്നത്. S&P 500 നോക്കുകയാണെങ്കിൽ S&P 500 ഡോ ജോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൈയിങ് S&P 500 നടന്നിട്ടുണ്ട്. വളരെ ക്ലീൻ പുൾ ബാക്ക് ആണ്. ആൻഡ് S&P 500 ലാസ്റ്റ് ഒരു 5-6 ഒരു അറൗണ്ട് ഒരു 5 to 10 ഡേയ്സ് കൊണ്ട് അറൗണ്ട് ഒരു 4.8% മൂവ്മെൻറ്റ് S&P 500 തന്നിട്ടുണ്ട്. ആൻഡ് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധ്യത. ബട്ട് ഒരു കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ജോൺസും S&P 500 ആൻഡ് ബാക്കിയുള്ള ഗ്ലോബൽ ഇൻഡെക്സുകൾ നാസ്ഡാക്ക് UKX ഒക്കെ ഒരു മേജർ റെസിസ്റ്റൻസിലാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷേ നാസ്ഡാക്ക് S&P 500 ഡോ ജോൺസ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ബട്ട് S&P 500 ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്ക് ഏകദേശം ഒരു നല്ല ബൈയിങ് കാഴ്ച വെച്ചിട്ടാണ് നിൽക്കുന്നത്, ഒന്നാമത്തെ കാര്യം. സെക്കൻഡ്ലി ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നല്ല രീതിക്കുള്ള സെൽ ഓഫ് കാണാൻ സാധിക്കും. 1.13% സെൽ ഓഫ്. അതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിൽ സെൽ ഓഫ് വരുന്നത് വളരെ ഒരു പോസിറ്റീവ് കാര്യമാണ്. നോർമലി ഗോൾഡിൻ്റെ റേറ്റ് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. ആൻഡ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയുടെ ആ ഒരു മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഡേ നിഫ്റ്റി ക്ലോസിങ് തന്നേക്കുന്നത്. ലാസ്റ്റ് ഡേ അല്ല, ലാസ്റ്റ് 2-3 ഡേയ്സിൽ നമുക്ക് ക്ലോസിങ് തന്നേക്കുന്നത്. ആൻഡ് ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്കൊരു ഇൻസൈഡ് ബാറാണ് നമുക്ക് നിലവിൽ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ്. ആൻഡ് ഓവറോൾ നമ്മളൊരു പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലീൻ ക്യാൻഡിൽ സ്ട്രക്ചറും കൂടിയാണ് നമുക്ക് ഇൻസൈഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ആൻഡ് പ്രീവിയസ്ലി ബൈയിങ് നടന്ന ആ ഒരു ക്യാൻഡിലിന് ഒരു 50% മുകളിലായിട്ടാണ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഒരു ഹാമറായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അത് വളരെ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് കാണാൻ സാധിക്കും 25,117 എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ്. അറൗണ്ട് നോക്കുകയാണെങ്കിൽ 24,945 ആൻഡ് 960 എന്ന് പറയുന്ന ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് വീണ്ടും നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 25,532 ആൻഡ് 547 ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് അറൗണ്ട് 25,117 ആൻഡ് 216 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് കണക്കാക്കാൻ സാധിക്കും. സോ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു പവറിൽ നമുക്കൊരു പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നിഫ്റ്റിയിൽ. ആൻഡ് നമ്മൾ ബാക്കി സെക്ടേഴ്സും കൂടി ഒന്ന് കവറപ്പ് ചെയ്യുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ലാസ്റ്റ് ഒരു 4-5 ഡേയ്സ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബൈയിങ് നമുക്ക് മിഡ് ക്യാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് മാത്രം മിഡ് ക്യാപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബൈയിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10% ആണ്. സോ ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് മിഡ് ക്യാപ്പിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്ലീൻ ട്രെൻഡ് നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്മോൾ ക്യാപ്പിൻ്റെയും ഏകദേശം സെയിം ക്യാരക്ടർ തന്നെയാണ്, മിഡ് ക്യാപ്പിൻ്റെ സെയിം ക്യാരക്ടർ തന്നെയാണ് സ്മോൾ ക്യാപ്പും കാണിക്കുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു അതർ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫാർമയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് IT സെക്ടർ നോക്കുകയാണെങ്കിൽ IT സെക്ടറിൽ നമുക്ക് നല്ല രീതിക്കുള്ള വോളിയം കോൺട്രാക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിക്കുള്ള ഒരു ബിൽഡപ്പ് നമുക്ക് IT സെക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിക്ക് അതും ഒരു അപ്സൈഡ് ബിൽഡപ്പ്. സോ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് IT സെക്ടറിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മെയിൻലി നമുക്ക് IT ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഇൻഫോസിസ്, TCS, വിപ്രോ ഇവരെയൊക്കെ നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കാൻ പറ്റുന്ന സ്റ്റോക്കും കൂടിയാണ്.
ആൻഡ് റിയാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ റിയാലിറ്റി സ്റ്റോക്സിലും നമുക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ബ്രേക്ക് ഔട്ട് നമുക്ക് റിയാലിറ്റി സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈനാൻസ് ആൻഡ് സർവീസസ്. ബാക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം ഓട്ടോ സെക്ടർ നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടറിൽ നമുക്കൊരു മേജർ റെസിസ്റ്റൻസിലാണ് നിലവിൽ ഓട്ടോ സെക്ടർ നിൽക്കുന്നത്. സോ നമുക്ക് ഓട്ടോ സെക്ടറിൽ നമുക്ക് ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓട്ടോ സെക്ടർ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഐഷ മോട്ടോഴ്സ്, ഇതിലൊക്കെ നമുക്ക് നല്ല റാലിയും കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് മെറ്റൽ സ്റ്റോക്സ്, മെറ്റൽ കാര്യമായിട്ടൊന്നുമില്ല. ആൻഡ് എഫ് എം സി നല്ല രീതിക്കുള്ള കൺസോൾട്ടേഷനാണ് എഫ് എം സിയിൽ കാണാൻ സാധിക്കുന്നത്. എഫ് എം സി ജിയും ഒരു ഒരു മേജർ റെസിസ്റ്റൻസോ കാര്യങ്ങളൊന്നും എഫ് എം സി ജി ബ്രേക്ക് ചെയ്തിട്ടുമില്ല. ആൻഡ് ബാക്കി സെക്ടേഴ്സ് നമുക്ക് അധികം അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യമായിട്ടൊന്നും എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നില്ല. ബട്ട് ഞാൻ കുറച്ച് കൺവിൻസ്ഡ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഐ ടി സെക്ടറാണ്. നല്ല രീതിക്കുള്ള ബിൽഡപ്പ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ നമുക്ക് ഐ ടി സെക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ OI പോവുകയാണെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിലവിൽ 25,500 നമുക്ക് നല്ല രീതിക്കുള്ള കോൾ റേറ്റിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഓവറോൾ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് ടു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ബെയറിഷ് ടു സൈഡ് വേസ് മൂവ്മെൻറ്റ്, അതായത് കൺഫ്യൂസിങ് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെയറിഷ് ടു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ നമ്മുടെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് മൂവ്മെൻറ്റും കൂടി വരും. സോ നമുക്ക് മൺഡേ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഈ ഒരു വ്യൂവിൽ നമ്മൾ ഏത് സൈഡിലേക്ക് നമ്മൾ കൺഫർമേഷൻ എടുക്കണമെന്നുള്ളത്. സോ ഏകദേശം മോസ്റ്റ്ലി നമുക്ക് മൺഡേസിൽ നമ്മുടെ പ്രീമിയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വിക്സ് നല്ല സ്പൈക്ക് കാണാറുണ്ട്. സോ ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ മൺഡേ ആകുമ്പോഴത്തേനും നമുക്കൊരു ക്ലിയർ കട്ട് വ്യൂ നമുക്ക് കിട്ടും. അതായത് മോസ്റ്റ്ലി നമ്മുടെ സ്ട്രക്ചർ വൈസ് ഒരു പോസിറ്റീവ് മൂവ്മെൻ്റാണ് കാണുന്നത്. ബട്ട് OI വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മൈനർ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് മൺഡേ ആ ഒരു ബ്രേക്കൗട്ട് മോസ്റ്റ്ലി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മൺഡേയിൽ തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെയാണ് OI വരുന്നത്, എങ്ങനെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകും, നമുക്ക് ഇതിനൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ആ ഒരു ഡിസിഷൻ ഇരിക്കുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് തന്നെയാണ്. നിഫ്റ്റി വെച്ച് ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡ് തന്നെയാണ് നമുക്ക് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 55,466 and 499, ഏകദേശം ആ ഒരു 33 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ലെവൽ കൺസിഡർ ചെയ്യുന്നത് 55,687 ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 55,951 എന്ന് പറയുന്ന ലെവലാണ്. ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 54,496 and 557, ഏകദേശം ഒരു 60 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലെവൽസ് ആയിട്ട് ഇല്ല, ഇൻ്റർമീഡിയറ്റ് ലെവൽസ് അത്ര കൺവിൻസബിൾ ആയിട്ടുള്ള ലെവൽസ് ഒന്നും നമുക്ക് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിലില്ല. സോ ഇൻ്റർമീഡിയറ്റ് ലെവൽസ് വേണ്ട, കുറച്ചുകൂടി ഒരു നല്ലൊരു വൈഡർ റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏകദേശം 2000 പോയിൻറ്റിൻ്റെ റേഞ്ച്. ആൻഡ് നമ്മൾ കുറച്ച് സ്റ്റോക്സിലേക്ക് പോവുകയാണെങ്കിൽ നിലവിൽ ഏഞ്ചൽ വൺ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം, ഏഞ്ചൽ വൺ ഏകദേശം നല്ലൊരു വളരെ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് നിലവിൽ ഏഞ്ചൽ വൺ നിൽക്കുന്നത്. അതിൻ്റെ ഒരു മേജർ സ്വിങ് ഹൈ മാർക്കറ്റ് ഒരു വളരെ നല്ല സ്ട്രക്ചർ ചേഞ്ച് നമുക്ക് ഏഞ്ചൽ വണ്ണിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഏകദേശം ഒരു 9% മൂവ്മെൻറ്റ് ഏഞ്ചൽ വൺ തന്നിട്ടുണ്ട്. സോ ഒരു മൈനർ പുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് എക്സ്പെക്ട് ചെയ്യാം, മാർക്കറ്റിൽ വീണ്ടും ഒരു നല്ലൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഏഞ്ചൽ വണ്ണിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഇതിൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ് ആണത്. ആൻഡ് നമ്മൾ ഒരു ഷോർട്ട് ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ മേജർലി എൻ്റെ റേഡാറിൽ ഇരിക്കുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് REC ലിമിറ്റഡ് ആണ്. REC ലിമിറ്റഡിൽ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീൻ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ REC ലിമിറ്റഡിലുണ്ട്. REC ലിമിറ്റഡിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിക്കുള്ളതാണ്, ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ REC ലിമിറ്റഡിലുണ്ട്. മോർ ഓവർ ഞാൻ അതിലും കൺസിഡർ ചെയ്തൊരു കാര്യം ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ്, ഈ ഒരു ഫ്ലാഗ് പോലത്തെ പാറ്റേൺ. സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വളരെ സിമ്പിളായിട്ടൊന്നൊരു ഫ്ലാഗ് മാർക്ക് ചെയ്യാന്നുള്ളൂ. സോ ഞാൻ അധികം ട്രെൻഡ് ലൈൻ അധികം വലിയ ഫാനല്ല, ബട്ട് സ്റ്റിൽ ഞാൻ റേഞ്ചസിൻ്റെ വലിയ ഫാനാണ്. സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു നല്ലൊരു എഫക്റ്റീവ് ബ്രേക്ക് ഔട്ട് നമുക്ക് REC ലിമിറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് സ്റ്റോക്കായിട്ടുള്ളത്
വേദാന്തയാണ്. വേദാന്തയും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു നല്ല രീതിക്കുള്ള ബിൽട്ടപ്പ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 3 സ്റ്റോക്കുകളിൽ ഏറ്റവും ലീസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ ഞാൻ നോക്കി വയ്ക്കുന്നത് അത് നല്ലപോലെ പൊസിഷൻ സൈസ് ചെയ്ത് ഞാൻ കുറച്ചും കൂടി എന്ത് പറയുന്ന ഒരു അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ ഡിക്രീസ് ചെയ്ത് എടുക്കാൻ പോകുന്ന സ്റ്റോക്കായിരിക്കും വേദാന്ത. ബിക്കോസ് അല്ലെങ്കിൽ വേണം നമുക്ക് വേദാന്ത ഒഴിവാക്കാവുന്ന എനിക്കിപ്പം ഞാൻ അനാലിസിസ് ചെയ്തപ്പോൾ നല്ല കൺവിൻസബിൾ ആയിരുന്നു. ബട്ട് നമുക്ക് വേദാന്ത നിലവിൽ വേണ്ട. ഏഞ്ചൽ വൺ ആൻഡ് REC. ഓക്കെ, സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും നല്ല അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മോസ്റ്റ്ലി ജിയോ പൊളിറ്റിക്സിനെ ബേസ് ചെയ്താണ്. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് വീണ്ടും മൺഡേ ഈവനിങ് ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.